ഒരിക്കലും പരസ്പരം അംഗീകരിക്കാൻ ആവാത്ത ഡിമാൻഡുകളാണ്, ക്ലെയിംസാണ്, റിക്വസ്റ്റുകളാണ് രണ്ടു പക്ഷവും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പൂർണ്ണമായ ഉട്ടോപ്യൻ ഒരാശയമാണ്. ഇതാണ് അമേരിക്ക മുൻവച്ചിരിക്കുന്ന 3-4 പ്രപ്പോസൽ മിസൈലുകളെ കുറിച്ചാണ്. ഇറാന്റെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന ഏത് നീക്കവും ഹോർമൂസിൽ പ്രതിരോധിക്കാൻ ഇറാൻ അവകാശമുണ്ട് എന്ന നിലപാടാണല്ലോ ഇറാൻ എടുക്കുക. ഇറാന്റെ അയത്തുള്ള അംഗീകരിക്കില്ല എന്ന് പറയുന്ന അമേരിക്ക തന്നെയാണ് പറയുന്നത്. സമാധാനം വന്നു കഴിഞ്ഞാൽ ഇറാന്റെ അയത്തുള്ള മുജ്തബ ഖൊമൈനിയുടെ കാര്യമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹവും താനും ചേർന്ന് ഹോർമൂസ്, ട്രംപിന് അവിടെ കാര്യമൊന്നുമില്ല. അമേരിക്കയ്ക്ക് ഹോർമൂസിന് എന്ത് കാര്യം? കരയുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയതിന് ശേഷം വീണ്ടും എന്തിനീ ചർച്ചാ പ്രഹസനം എന്ന് ഇറാൻ ചോദിക്കുന്നതിൽ ലേശം കാര്യമുണ്ട്. അതേസമയം ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷം ഉടലെടുത്തു എന്ന കാര്യമാണ് ചർച്ച ചെയ്തത്. US നീക്കത്തെ സംശയ ദൃഷ്ടിയോടെയാണ് ഇറാൻ കാണുന്നത്. യുദ്ധം ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. ഇനി ഈ ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ച 15 പദ്ധതി ഇറാൻ സർക്കാർ ബുധനാഴ്ച തന്നെ തള്ളിക്കളഞ്ഞതാണ്. പകരം 5 നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പ്രസ് TV, ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതിൽ ഒന്ന്, ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കുക. 2, ആക്രമണവും കൊലപാതകങ്ങളും അവസാനിപ്പിക്കുക. 3, ഇറാന് നേരെ ഇനി യുദ്ധമുണ്ടാകില്ല എന്നതിന് വ്യക്തമായ ഉറപ്പ് നൽകുക. 4, യുദ്ധം മൂലം ഇറാനുണ്ടായ നാശനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകുക. 5, ഇറാന് നേരെയും പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള പ്രതിരോധ സംഘങ്ങൾക്ക്, അതായത് ഇറാനോട് കൂറുള്ള സായുധ സംഘങ്ങൾക്ക് നേരെയുമുള്ള യുദ്ധം അവസാനിപ്പിക്കുക. ഈ ഒരു 5 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ 5 നിർദ്ദേശങ്ങളും അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇറാന്റെ നിലപാട്. US ഈ ഒരു നിലപാടിനോട് എങ്ങനെ പ്രതികരിക്കും? അംഗീകരിക്കുമോ അവർ? ഒരിക്കലും പരസ്പരം അംഗീകരിക്കാൻ ആവാത്ത ഡിമാൻഡുകളാണ്, ക്ലെയിംസാണ്, റിക്വസ്റ്റുകളാണ് രണ്ടു പക്ഷവും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അമേരിക്ക 15 ഇന പ്രപ്പോസൽ വെച്ചു എന്നാണ് പറയുന്നത്. അത് പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചു എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അതേസമയം ഇറാൻ ഒരു പക്ഷേ തുർക്കി വഴിയും ഈജിപ്റ്റ് വഴിയും അമേരിക്കയെ പ്രപ്പോസൽസ് അറിയിക്കുകയാണ്. അതുമാത്രമല്ല, ഓപ്പണായി പറയുകയും ചെയ്യുന്നു 5 പ്രപ്പോസലുകൾ. ഇത് പ്രപ്പോസലുകൾ എന്ന് പറയുന്നത് ശരിയല്ല. ഒരിക്കലും നടക്കാനാവാത്ത, യാതൊരു രീതിയിലും പ്രായോഗികമല്ലാത്ത, കൂട്ടിമുട്ടാൻ ഒരു സാധ്യതയുമില്ലാത്ത, ഡൈവേർജൻ്റായി പോകുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടും നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി പരിശോധിക്കാം. അതുകൊണ്ട് പ്രശ്നം അവസാനിക്കണമെങ്കിൽ ഈ ഉള്ളു തുറന്ന ചർച്ചകളല്ലേ ആവശ്യം. അല്ല എങ്കിൽ ഈ കടുംപിടുത്തം പിടിച്ചാൽ ചർച്ച നടത്താനാവില്ലല്ലോ. അതുകൊണ്ട് സമവായത്തിന് ചേരുന്ന ചേരുവകൾ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത് എന്ന് നോക്കാം. ചില കാര്യങ്ങൾ ശുഭോതർക്കമാണ്, മിക്ക കാര്യങ്ങളും നടക്കാത്തതുമാണ്. നമുക്ക് പരിശോധിക്കാം, ഒന്നൊന്നായി പരിശോധിക്കാം. 15 ഇന പ്രപ്പോസൽ, അതിൽ 12 ഇനങ്ങൾ അമേരിക്ക ഒരു ത്രെട്ട് എന്ന നിലയിൽ ഇറാൻ മര്യാദയ്ക്ക് അംഗീകരിക്കണം എന്ന അന്ത്യശാസനത്തോടെ നൽകുന്ന കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, ഇറാൻ്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആണവ സമ്പുഷ്ടീകരണം ഉടനടി നിർത്തിവെക്കുക. ഫിസൈൽ മെറ്റീരിയൽ, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതാണ്ട് 486 കിലോഗ്രാം ഇറാൻ്റെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം. 90% സമ്പുഷ്ടീകരണം സംഭവിക്കുമ്പോഴാണ് ആണവ ബോംബുകൾ ഉണ്ടാക്കാൻ കഴിയുക. പക്ഷേ ഒരുതരം ക്രൂഡ് ബോംബുകൾ ഉണ്ടാക്കാൻ 60% സമ്പുഷ്ടീകരണം മതിയാവുമായിരിക്കാം. ഒരു ഡർട്ടി ബോംബ് എന്നാണ് പറയുക. അങ്ങനെയുള്ള 8-10 ബോംബുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശേഖരമാണ് ഇറാൻ്റെ കൈവശമുണ്ട് എന്ന് കരുതുന്നത്. അമേരിക്ക പറയുന്നത് ആ ശേഖരം ഉടനടി അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയെയോ അവർ നിർദ്ദേശിക്കുന്ന കേന്ദ്രങ്ങളെയോ ഏൽപ്പിക്കുക എന്നതാണ്. അതുമാത്രമല്ല, ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ പൂർണ്ണമായി അടച്ചു പൂട്ടണം. ഇസ്ഫഹാനിലെ, നഥാൻസിലെ, ഫർദോയിലെ ഈ 3 ഇടങ്ങളിലും ശക്തമായ ആക്രമണം നടന്നത്. ഈ 3 ഇടത്തുമുള്ള ആണവ പ്ലാന്റുകൾ അടച്ചുപൂട്ടണം. ഒരു സമ്പുഷ്ടീകരണവും അവിടെ നടക്കരുത്. ആണവ വ്യാപാരം നടക്കരുത്. ഇതാണ് ആണവമായ കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ. അതൊരു 5-6 പോയിന്റുകൾ അങ്ങനെ പോകുന്നതാണ് ഈ 15 ഇന പ്രഖ്യാപനത്തിൽ. രണ്ടാമത്, മിസൈലുകളെക്കുറിച്ചാണ്. ഇറാൻ്റെ കൈവശമുള്ള മിസൈലുകൾ കുറച്ചു കൊണ്ടുവരണം എണ്ണം.
അതിൻ്റെ വാർ ഹെഡ്സിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകണം. 3, അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചും റേഞ്ചിനെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ നൽകണം. ഇറാൻ്റെ സ്വയം പ്രതിരോധത്തിനുള്ള മിസൈലുകൾ ഒഴിച്ചുള്ള മിസൈലുകൾ കൈവശം വെക്കാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം ഇതൊന്നും അങ്ങനെ അംഗീകരിക്കാൻ, മിസൈലുകൾ എന്ന് പറയുന്നത് പ്രതിരോധത്തിനും ആക്രമണത്തിനുമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അമേരിക്കയെ ശത്രുപക്ഷത്തെ അല്ലെങ്കിൽ മറുപക്ഷത്തെ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഉട്ടോപ്യൻ ഒരാശയമാണ്. ഇതാണ് അമേരിക്ക മുൻവച്ചിരിക്കുന്ന 3-4 പ്രപ്പോസൽ മിസൈലുകളെക്കുറിച്ചാണ്. മറ്റൊരു പ്രപ്പോസൽ, ഇറാൻ ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും ചരിത്രപരമായി സഹായിച്ചിട്ടുണ്ട്. ആ സഹായം ഉടനടി നിർത്തുക. ഇറാൻ ഹാസ് ടു ഡീലിങ്ക് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫ്രം ഹിസ്ബുള്ള ഇൻ ലെബനൻ, ഹമാസ് ഇൻ പലസ്തീൻ ആൻഡ് ഹൂത്തീസ് ഇൻ യമൻ. അതുപോലെ ഇറാൻ മിലിഷ്യകളെ സഹായിക്കുന്ന ആ പദ്ധതി നിർത്തുക. അതിലൊരു ന്യായമുണ്ടെന്ന് തോന്നാം. പക്ഷേ ഇറാൻ അനുകൂല സംഘടനകളാണ്, തദ്ദേശീയമായ സംഘടനകളാണ്. അതിൽ ചിലതൊക്കെ ഷിയ ഗ്രൂപ്പുകളുമാണ്. ഹൂതികൾ ഷിയ ഗ്രൂപ്പുകളാണ്, ഹിസ്ബുള്ള ഷിയ ഗ്രൂപ്പാണ്, അതേസമയം ഹമാസ് അത് സുന്നി ഗ്രൂപ്പാണ്. അപ്പോൾ ഷിയ സുന്നി ഭേദമന്യേ ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇസ്രയേലിൻ്റെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള ആ സന്നാഹം അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക പറയുന്നത് ഇസ്രയേലിന് പ്രതിരോധം ഒരുക്കാൻ തന്നെയാണ്. അത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. അവിടെ ഒരു ന്യായമുണ്ട്, ഈ പറയുന്നതിനൊരു ന്യായമുണ്ട്. അതേസമയം ഇസ്രയേൽ നിലനിൽക്കാനുള്ള അവകാശമുണ്ടാകണം. അതേസമയം ഇസ്രയേൽ സംയമനം പാലിക്കുകയും വേണം. ലെബനനെതിരെയൊക്കെ ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്ന കടന്നാക്രമണം, ലിറ്റനി നദി വരെ ഇസ്രയേലിന് വേണമെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഹിസ്ബുള്ള ആക്രമിച്ചുകൊണ്ടേയിരിക്കില്ലേ? ഹിസ്ബുള്ള ലെബനൻ്റെ തെക്കൻ ഭാഗത്തു നിന്ന് ഇസ്രയേലിൻ്റെ വടക്കൻ ഭാഗത്തേക്കും മധ്യഭാഗത്തേക്കും നിരന്തരം ആക്രമണം നടത്തുന്നു. അതിനർത്ഥം എന്താ? ഈ ലെബനൻ്റെ സുരക്ഷ ഉൾപ്പെടെ വലിയ ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസി, വിശാല ഇസ്രയേലിൻ്റെ ഭാഗമായി ലെബനൻ്റെ തെക്കൻ ഭാഗം, ലെബനൻ്റെ 10% ഭാഗം ഉൾപ്പെടെ വേണമെന്ന് പറയുമ്പോൾ ഹിസ്ബുള്ളയെ പ്രോപ്പപ്പ് ചെയ്ത് നിർത്താൻ ഇറാൻ മുന്നോട്ട് വരരുത് എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ്? അത് ലെബനൻ എന്ന രാജ്യം ദുർബലമാണ്. ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുക അസാധ്യമാണ്. ലെബനൻ ചിലപ്പോൾ ഔപചാരികമായി പ്രശ്നം ഒഴിവാക്കാൻ ഹിസ്ബുള്ളയെ തള്ളിപ്പറയുകയും ചെയ്യാം. ഭരണകൂടത്തിലെ പങ്കാളി കൂടിയാണ് ഹിസ്ബുള്ള പലപ്പോഴും എന്നുകൂടി ഓർക്കണം. ഇത് സങ്കീർണമായൊരു വിഷയമാണ്. പ്രോക്സികളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് സങ്കീർണമായ ഒരു വിഷയമാണ്. 4ാമത്തെ ഒരു ഡയമെൻഷൻ, ഈ 15 ഒരു റിക്വസ്റ്റുകളിൽ 4ാമത്തെ ഇനം ഒരുപക്ഷെ ഏറ്റവും നിർണായകമാണ്. ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാന് യാതൊരു നിയന്ത്രണവും ഉണ്ടാവരുത്. സുഗമമായി കപ്പലുകളെയും മറ്റ് ജലയാനങ്ങളെയും ടാങ്കറുകളെയും പാസ് ചെയ്യാൻ ഇറാൻ അനുവദിക്കണം. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അനുവാദം വേണമെന്നല്ല, ഇറാൻ അതിൽ ഇടപെടരുത്, ഇറാൻ്റെ സ്വാധീന മേഖല ആവരുത്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ മേൽ ഇറാൻ ഒരു രീതിയിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തരുത്. അത് ഒരു രാജ്യവും പ്രത്യേകമായില്ല. ഇറാൻ പറയുന്നത് നേരെ മറിച്ചാണ്. ചില കപ്പലുകൾക്ക് പോകാമെന്നല്ലേ പറയുന്നത്. അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളെയും, അതായത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഉൾപ്പെടെയുള്ള ജലയാനങ്ങൾക്ക് ഹോർമൂസിലൂടെ കടന്നു പോകാനും എണ്ണ കൊണ്ടുപോകാനും ചരക്കുകൾ എത്തിക്കാനും കഴിയണം. ഇറാൻ ഇടപെടരുത് എന്നാണ് പറയുന്നത്. ഒരിക്കലും സംഭവ്യമായ ഒരു കാര്യമല്ല. ഇറാൻ്റെ ഒരു ബാക്ക് യാർഡായിരുന്നു ഹോർമൂസ്. എപ്പോഴും ജിയോ സ്ട്രാറ്റജിക്കലി, ജിയോ പൊളിറ്റിക്കലി, തന്ത്രപരമായി ഇറാനുമായി, ഇറാൻ്റെ ഒരു ജിയോഗ്രഫിയുമായി ചേർന്ന് കിടക്കുന്ന സ്വാധീന മേഖല തന്നെയാണ് ഹോർമൂസ്. എക്കാലത്തും ചരിത്രത്തിൽ ഹോർമൂസിൻ്റെ ഡിഫാക്റ്റോ ഒരു കസ്റ്റോഡിയൻ നിയന്ത്രണം ഇറാനായിരുന്നു. നിയന്ത്രണം എന്ന് പറയുന്നത് കൊണ്ട് കപ്പലുകളെ ആക്രമിക്കുമെന്നല്ല അർത്ഥം. അതിലൂടെ ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു പോകുന്ന കപ്പലുകൾക്ക് സ്വാഭാവികമായി നിയന്ത്രണങ്ങൾ ഉണ്ടാവുമല്ലോ. അതാണല്ലോ ദേശസുരക്ഷ എന്ന് പറയുന്നത്. ഇറാൻ്റെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന ഏത് നീക്കവും ഹോർമൂസിൽ പ്രതിരോധിക്കാൻ ഇറാൻ അവകാശമുണ്ട് എന്ന നിലപാടാണല്ലോ ഇറാൻ എടുക്കുക. അതുകൊണ്ട് ഈ പ്രപ്പോസലുകളിൽ ഇറാൻ്റെ പരമാധികാരം അവിടെ അംഗീകരിക്കുക എന്ന ഒരു കാര്യം ഇറാൻ തിരിച്ചു പറയുന്നു. ഇറാൻ പറയുന്ന 5 കാര്യങ്ങളുണ്ട്. കൃത്യമായ 5 കാര്യങ്ങളാണ്. ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കുക. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം യുദ്ധം അവസാനിപ്പിക്കുക, ആക്രമണം ഇല്ല എന്ന് വെക്കുക, മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നതുപോലെ മറ്റു രാജ്യങ്ങളെ കാണുന്നത് പോലെ പാശ്ചാത്യ ശക്തികൾ അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെ ഇറാനെ കാണുക. അപ്പോൾ അത് വലിയൊരു ക്ലെയിമല്ല, അത് സാധിക്കാത്ത കാര്യവുമല്ല. പക്ഷേ യുദ്ധം അവസാനിക്കണം. 2, ഹോർമൂസ് കടലിടുക്കിന് മേലുള്ള പൂർണ്ണ നിയന്ത്രണം ഇറാൻ ആയിരിക്കുമെന്ന് ഇറാൻ അസന്നിഗ്ധമായി പറയുകയാണ്. കാരണം ജിയോ പൊളിറ്റിക്കൽ ജിയോഗ്രാഫിക് അഡ്വാൻറ്റേജ് അവർക്കായതുകൊണ്ട് നേരെ ഘടകവിരുദ്ധമാണ്. തങ്ങൾക്കായിരിക്കണം
നീന്തണം. അതേസമയം അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം പിരിക്കുന്നു. അതൊരു വ്യാജ ക്ലെയിമായിട്ട് വേണം കരുതാൻ. അതുകൊണ്ട് പല കപ്പലുകൾക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള കപ്പലുകൾ ഇറാന് കോഴ കൊടുത്തുകൊണ്ട്, കരം കൊടുത്തുകൊണ്ട്, തീരുവ കൊടുത്തുകൊണ്ട്, ചുങ്കം കൊടുത്തുകൊണ്ട്, പകിട കൊടുത്തുകൊണ്ട് അതിലെ കടന്നുപോയി എന്ന രീതിയിൽ തികച്ചും വ്യാജമായ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. ഒരു കപ്പൽ കടന്നു പോകുമ്പോൾ $2 മില്യൺ ഇറാൻ കടത്തുകൂലിയായി വാങ്ങിച്ചു എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. അത് മുഖവിലയ്ക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇറാൻ ഒരു കാരണവശാലും ഹോർമൂസ് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ സ്വാധീന മേഖലയാകുന്നത് അംഗീകരിക്കില്ല. ഇതിനിടയ്ക്ക് 2 ദിവസം മുമ്പ് ട്രംപ് ഒന്ന് പറഞ്ഞു വെച്ചു, അയത്തുള്ള ആൻഡ് മൈസെൽഫ് വിൽ കൺട്രോൾ ഹോർമൂസ്. അത് അമേരിക്ക ആരാണ് പറയാൻ? ഇറാൻ്റെ അയത്തുള്ള അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ് പറയുന്നത്. സമാധാനം വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ അയത്തുള്ള മുജ്തബ ഖൊമൈനിയുടെ കാര്യമായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹവും താനും ചേർന്ന് ഹോർമൂസ്. ട്രംപിന് അവിടെ കാര്യമൊന്നുമില്ല. അമേരിക്കയ്ക്ക് ഹോർമൂസിന് എന്ത് കാര്യം? അത് ഗൾഫ് രാജ്യങ്ങളുടെ കവാടമാണ്, ഇറാൻ്റെ സ്വാധീന മേഖലയാണ്. മറ്റ് കുവൈറ്റിലേക്കും UAE-യിലേക്കും ഒക്കെ കടന്നു പോകാൻ അതുവഴി സൗദിയുടെ വടക്കൻ ഭാഗത്തേക്കും ഇറാഖിലേക്കൊക്കെ പോകാനുള്ള ഏക മാർഗമാണ്. ഖത്തറിലേക്ക്, ബഹ്റൈനിലേക്ക്, പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കണമെങ്കിൽ ഹോർമൂസ് കടക്കണമല്ലോ. അവിടെ ഇറാൻ പറയുന്നത് വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ്. 3, ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് ഒരു മറുപടി പോലെ പറയുകയാണ്, അവയെ ഞങ്ങൾ തുടർന്നും സഹായിക്കും. അവയ്ക്ക് മേലുള്ള ആക്രമണം തങ്ങൾക്ക് മേലുള്ള ആക്രമണമായി തന്നെ കരുതും. അവർ തങ്ങളുമായി അടുപ്പമുള്ള തങ്ങളുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ആളുകളല്ല. പക്ഷേ അത് ചരിത്രപരമായി ശരിയല്ലെന്ന് കാണാം. കാരണം അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ പ്രതിരോധം തീർക്കുന്നതും ആക്രമണം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് ആ വിഷയത്തിലും തീർച്ചയായും തട്ടി തകരുകയാണ്. ഇറാൻ്റെ മേലുള്ള എല്ലാ ആക്രമണങ്ങളും നിർത്തിവെക്കുകയും ആക്രമണം അവസാനിപ്പിച്ചു എന്നും ഇനി ആക്രമണം ഉണ്ടാവില്ല എന്നും രേഖാമൂലം ഉറപ്പ് നൽകണമെന്നാണ് പറയുന്നത്. അമേരിക്ക നൽകാനാകുമോ ആ ഉറപ്പ്? ആക്രമണത്തിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന ആക്രമണം ഒരുപക്ഷെ ഇന്ന് നിർത്തിവെച്ചേക്കാം, നാളെ പുനരാരംഭിച്ചേക്കാം. ആക്രമണമില്ലാ കരാർ അമേരിക്ക ഏകപക്ഷീയമായി അനുവദിച്ചു കൊടുക്കാനുള്ള സാധ്യതയുമില്ല. ഒരുപക്ഷെ 5ാമത്തേതാണ് ഒരു കാലത്ത് നടക്കാനൊക്കാത്ത, നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് പോലും പ്രവേശിക്കാനാവാത്ത ഒരു നിബന്ധന കൂടി ഇറാൻ മുന്നോട്ട് വെച്ചു. അതായത് ഇറാന് നേരിട്ട കഷ്ടനഷ്ടങ്ങൾ പൂർണ്ണമായി, അതിൻ്റെ തുക പൂർണ്ണമായി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് നൽകണം. ഇറാൻ പറയുന്നതിനകത്തൊരു ലോജിക്കുണ്ട്. തങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, പക്ഷെ തങ്ങൾ ഏകപക്ഷീയമായി ആക്രമണ വിധേയമാവുകയായിരുന്നു. ഫെബ്രുവരി മാസം 28-ാം തീയതി ഏകപക്ഷീയമായി തങ്ങളെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചു. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ്. അത് വിശ്വാസവഞ്ചനയാണ്, അത് ആക്രമണമാണ്. അങ്ങനെയെങ്കിൽ ആക്രമിച്ചതാരോ അവർ പ്രായശ്ചിത്തം ചെയ്യണം, അതിനുള്ള നടപടികൾ എടുക്കണം, ഞങ്ങൾക്ക് പണം വേണം എന്നാണ് പറയുന്നത്. അപ്പം 15 പ്രപ്പോസൽസ് അമേരിക്ക വെച്ചു, 5 പ്രപ്പോസൽസ് ഇറാൻ വെച്ചു. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാൻ ഒരു സാധ്യതയുമില്ല. ഇതിനിടയിൽ അമേരിക്ക പറയുന്നുണ്ട് ഇറാനുമായി തന്ത്രപരമായ ചർച്ചകൾ നടന്നുവെന്ന്. ഇറാൻ അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല. ദൂതന്മാരോട് എന്തെങ്കിലും സംസാരിക്കുന്നത്, ചർച്ച എന്ന് പറയുന്നത് അമേരിക്ക കാര്യങ്ങളെ വളച്ചൊടിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇറാൻ്റെ ഭാഷ്യം. അതുകൊണ്ട് നയതന്ത്ര നീക്കത്തിനുള്ള ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട നിർദ്ദേശങ്ങൾ ഇരുപക്ഷത്തിനും പരസ്പരം സ്വീകാര്യമല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ കാണാം. ഇവിടെ ഈ US-ഉമായി ആണവ ചർച്ച നടക്കുന്നതിനിടയിലാണ് ട്രംപ് ഇറാനെ ആക്രമിച്ചത് എന്നും അത് നയതന്ത്ര ചതിയാണ് എന്നും ഇനി അത്തരം ചർച്ചകൾ നിരർത്ഥകമാണ് എന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബക്കായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ US-ഉമായി കരാറിലെത്താൻ ഒരാൾ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇറാന്റെ സംയുക്ത സേനാ കമാൻഡ് വക്താവ് ഇബ്രാഹിം സൊൽഫഖാരിയും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നാണോ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉടനെയൊന്നും ഒരു യുദ്ധാവസാനം ഉണ്ടാകില്ലേ? ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, വൺസ് ബിറ്റൺ ട്വൈസ് ഷൈ. മലയാളത്തിൽ അതിൻ്റെ ഏകദേശ പരിഭാഷ ഇങ്ങനെ വരും: തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും അറയ്ക്കും. സമാനമായ രീതിയിലാണ് പൂർണ്ണ മനസ്സോടെ രണ്ട് ശക്തികൾ, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസത്തോടു കൂടി നെഗോഷിയേറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്നു. ചർച്ചകൾ പുരോഗമിക്കുന്നു, ചർച്ചകൾ ശുഭോദർക്കമായി മുന്നോട്ട് പോകുന്നു എന്ന് ഇരുപക്ഷവും പറയുന്നു. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയി അടുത്ത ചർച്ചയുടെ ഡേറ്റും പറഞ്ഞ്
കൈ കൊടുത്ത് പിരിഞ്ഞതിന് ശേഷം 2 ദിവസം കഴിയുമ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കുമ്പോൾ അതിനെ കടുത്ത വഞ്ചന, ചതി, വിശ്വാസ തകർച്ച, ഇതല്ലേ സംഭവിച്ചത് അവിടെ? ഇറാൻ പറയുന്നത് അതാണ്. ആ കഥയാണ് ഇറാൻ പറയുന്നത്. തങ്ങൾ 3 റൗണ്ട് ചർച്ചകൾ നടത്തി ഒമാൻ്റെ മധ്യസ്ഥതയിൽ. ആദ്യ റൗണ്ട് മസ്കറ്റിൽ വെച്ച്, 2-3 റൗണ്ടുകൾ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച്, 4ാം റൗണ്ട് ചർച്ച നടക്കേണ്ടത് ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ച്. അതിന് ഡേറ്റും പറഞ്ഞ് പിരിഞ്ഞപ്പോഴാണ് ഒരു പ്രകോപനവുമില്ലാതെ ചർച്ചകൾക്ക് മധ്യേ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചത്. അതിനർത്ഥം ചർച്ചകളെ അമേരിക്ക വിശ്വസിക്കുന്നില്ല. ചർച്ചകൾ ഒരു മുഖം മൂടിയാണ്, ഒരു ക്യാമഫ്ലാഷ് ആണ്. ചർച്ചകൾ ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ആണ്, ഡിലേയിങ് ടാറ്റിക്സ് ആണ്. അമേരിക്കയ്ക്ക് സൈനിക വ്യൂഹം ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു ഡിസ്റ്റോർഷൻ മാത്രമാണ് ചർച്ചകൾ. അതുകൊണ്ട് ചർച്ച എന്ന കോൺസെപ്റ്റിനോട് പോലും, നെഗോസിയേഷൻ എന്ന കോൺസെപ്റ്റിനോട് പോലും ഇറാൻ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ പൂർണ്ണ മനസ്സോടെയല്ല ചർച്ചകൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ ചർച്ചയാകാം, ലെറ്റ്സ് ഹാവ് എ ഡീൽ എന്ന് പറയുമ്പോൾ അന്തസ്സുള്ള വിഭാഗങ്ങൾ തമ്മിലല്ലേ ഡീലാകൂ? ജെന്റിൽമാൻലി എഗ്രിമെൻറ്റിനാണ് ഡീൽ എന്ന് പറയുക. ഒരു പക്ഷം ആത്മാർത്ഥമായി ശ്രമിക്കുകയും മറുപക്ഷം വഞ്ചനയും ചതിയും കൊണ്ട് നടന്നാലോ, അല്ലെങ്കിൽ 2 പക്ഷവും വഞ്ചനയും ചതിയുമായി പറഞ്ഞ വാക്കിന് വിലയില്ലാതെ വരികയോ ചെയ്താൽ ഒരു ഡീലിലെത്താൻ ഒക്കില്ല. അതുകൊണ്ട് ആക്രമണം പ്രത്യാക്രമണവുമായി മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ഏറെ ക്ഷയിക്കുമ്പോൾ 2 പക്ഷത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ. ദേ വിൽ ഓൾ റിയലൈസ് ദാറ്റ് ദർ ഇസ് എ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. ഒരു രീതിയിലും ഇത് പരിഹരിക്കാനാവില്ല. നെഗോഷിയേറ്റ് ചെയ്യാൻ മനസ്സുകൊണ്ട് തയ്യാറാകുന്നൊരു സമയമുണ്ട്. നെഗോഷിയേറ്റ് ചെയ്യുന്ന ശക്തിയിൽ നിന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്താൽ വിജയിക്കില്ല. കാരണം ബലവാനും ബലഹീനനും തമ്മിൽ, തുല്യതയില്ലാത്ത 2 ശക്തികൾ തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്താൽ ശക്തിയുള്ള വിഭാഗത്തിൻ്റെ തീരുമാനങ്ങൾ നെഗോസിയേഷനിലൂടെ ദുർബല വിഭാഗത്തെ അടിച്ചേൽപ്പിക്കാൻ മാത്രമേ ശ്രമിക്കൂ. അതെന്നും പൊട്ടിത്തെറിയിൽ കലാശിക്കും ആത്യന്തികമായി. അതുകൊണ്ട് 2 ഭാഗവും പരസ്പരം റിയലൈസ് ചെയ്യുന്നൊരു പോയിന്റ് വരും. ഇപ്പം കരയുദ്ധത്തിലൂടെ പൂർണ്ണമായി ഇറാനെ പരാജയപ്പെടുത്താനാവില്ല, അല്ലെങ്കിൽ കരയുദ്ധം ഇല്ലാതെ ഇറാനെ കൺട്രോൾ ചെയ്യാനാവില്ല. അത് ഏറെക്കാലം നീണ്ടു നിൽക്കും. വലിയ ബുദ്ധിമുട്ടാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് നിൽക്കാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ട് വരും. ആ സ്റ്റേജ് വരുമ്പോൾ സ്വാഭാവികമായി പൂർണ്ണ മനസ്സോടുകൂടി അമേരിക്ക ചർച്ചയ്ക്ക് വരും എന്നതാവാം ഇറാൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ചർച്ചയ്ക്ക് സമയമായില്ല, ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധമല്ല. ഇതുപോലെയുള്ള പ്രഹസന ചർച്ചകൾ തുടരാനാണ് എങ്കിൽ തങ്ങളെ ആക്രമിക്കാനായി സമയം വാങ്ങിയെടുക്കാൻ ഇനിയും 2-3 മാസത്തെ ചർച്ചകൾ. അതിനുള്ളിൽ തന്നെ ഇപ്പോൾ തന്നെ മെറീനുകൾ വിന്യസിക്കപ്പെട്ടു. 2000 മെറീനുകളെ ഇപ്പോൾ കൊണ്ടുവരുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്ന് 1000 മെറീനുകൾ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. ഓൾറെഡി 5000 മെറീനുകൾ വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇത് 2500 മെറീനുകളെയും കൊണ്ട് USS ട്രിപ്പോളി അവിടുന്ന് യാത്ര തിരിച്ചു, പസഫിക്കിൽ നിന്നും യാത്ര തിരിച്ചു എന്ന് കേൾക്കുന്നു. അപ്പോൾ യുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും, ഒരുപക്ഷെ കരയുദ്ധത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയതിന് ശേഷം വീണ്ടും എന്തിനീ ചർച്ചാ പ്രഹസനം എന്ന് ഇറാൻ ചോദിക്കുന്നതിൽ ലേശം കാര്യമുണ്ട്. അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ടൈം ഈസ് എ ഫാക്ടർ, ഡിലേയിങ് ഈസ് എ ടാറ്റിക്സ്, ടൈം ഈസ് എ ഫാക്ടർ. അനന്തമായി നീളാനാവുകയുമില്ല. അതുകൊണ്ടാണ് നെഗോസിയേഷൻ എന്നത് അടിച്ചേൽപ്പിക്കാൻ ഒക്കുന്ന ഒന്നല്ല എന്ന് ഇപ്പോൾ അമേരിക്ക ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാവാം. അപ്പോൾ സ്ട്രെങ്തിൽ നിന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ മാത്രമേ അമേരിക്ക തയ്യാറാവൂ. വീക്ക്നെസ്സിൽ നിന്നുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അതുകൊണ്ട് സ്ട്രെങ്തിൽ നിന്നുകൊണ്ടുള്ള നെഗോസിയേഷൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്ട്രെങ്ത് ഓൺ പേപ്പർ അമേരിക്കയ്ക്കും പിന്നെ അമേരിക്കയോടൊപ്പം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന, അവർ പൂർണ്ണമായി അമേരിക്കയോടൊപ്പം അല്ല കേട്ടോ. ഈ നെയ്റ്റോയോ ഗൾഫ് രാജ്യങ്ങളോ ഒന്നും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാൻ വിധിക്കപ്പെട്ടു എന്ന് മാത്രം. അതുകൊണ്ട് ഇതൊരു വെയറിംഗ് ഔട്ടിന് സമയം കൊടുക്കുക എന്ന പോളിസിയാണ് ഇറാൻ മറുപക്ഷത്ത് പയറ്റുന്നത്. അതിന് ധാർമ്മികതയെക്കുറിച്ചും ന്യായ അന്യായങ്ങളെക്കുറിച്ചും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഗൗരവപൂർവ്വം ചർച്ചയെ 2 പക്ഷവും കാണുന്നില്ല. ഇപ്പോഴും ബലപ്രയോഗത്തിലൂടെ ലക്ഷ്യം എന്ന ഒരു നിലപാടിലാണ് 2 പക്ഷവും നിൽക്കുന്നത്.